എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ചൈനീസ് ഹോങ്കോങ് മാർക്കറ്റുകൾ ഒഴികെ കഴിഞ്ഞ ആഴ്ച എല്ലാ മാർക്കറ്റുകളും വീക്ക് ടു വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ വ്യാഴാഴ്ച നാസ്ഡാക്കും ഡൗ ജോൺസ് ഇൻഡെക്സും പുതിയ റെക്കോർഡുമായി ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച എല്ലാ ഇൻഡെക്സുകളും പ്രോഫിറ്റ് ബുക്കിങ്ങിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം NVIDIA പുതിയ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത് വെള്ളിയാഴ്ച. മൈക്രോസോഫ്റ്റും പുതിയ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. NVIDIAയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4 ട്രില്യൺ മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. $4.03 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെള്ളിയാഴ്ച NVIDIAയുടെ. $3.74 ട്രില്യൺ ആയിട്ട് മൈക്രോസോഫ്റ്റും രണ്ടാം സ്ഥാനത്തുണ്ട്. അപ്പോൾ ലോകത്തിൽ മോസ്റ്റ് വാല്യുബിൾ കമ്പനി ആയിട്ട് NVIDIA മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നല്ല മുന്നേറ്റമാണ് NVIDIAയുടെ സ്റ്റോക്ക് പ്രൈസിൽ കണ്ടത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ചൈനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ആണ്. ചൈനീസ് ഗവൺമെൻറ് ഡെസർട്ടിൽ ഡാറ്റാ സെൻറ്ററുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഈ ഡാറ്റാ സെൻറ്ററുകളിലേക്ക് NVIDIAയുടെ ചിപ്പുകൾക്ക് ഹ്യൂജ് റിക്വയർമെൻ്റ് ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് NVIDIA സ്റ്റോക്ക് പ്രൈസിൽ ഇത്തരത്തിലൊരു മുന്നേറ്റത്തിൽ കാരണമാക്കിയിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിലും NVIDIAയുടെ സ്റ്റോക്ക് പ്രൈസ് മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. മറ്റ് ടെക്നോളജി ചിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകളും കഴിഞ്ഞ ആഴ്ച വീക്ക് ടു വീക്ക് അമേരിക്കയിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ട്രംപിൻ്റെ താരിഫ് അനൗൺസ്മെൻറ്റുകളാണ് മാർക്കറ്റിലൊരു കൺഫ്യൂഷനൊക്കെ സൃഷ്ടിക്കുന്നത്. ട്രംപിൻ്റെ പുതിയ അനൗൺസ്മെൻറ്റ് മെക്സിക്കോയിൽ നിന്നും യൂറോപ്യൻ യൂണിയനിൽ നിന്നുമുള്ള ഇമ്പോർട്ടിന്മേൽ 30% താരിഫ് ഇമ്പോസ് ചെയ്യുന്നുള്ള പുതിയ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. മുമ്പ് അദ്ദേഹം അനൗൺസ് ചെയ്ത് വിഡ്രോ ചെയ്ത അനൗൺസ്മെൻറ്റുകൾ തന്നെയാണ്. അത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾ വീണ്ടും വന്നേക്കാം. ഇത് മാത്രമാണ് മാർക്കറ്റിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നത്. ഇത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ പൊതുവെ അമേരിക്കയിൽ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ അമേരിക്കൻ മാർക്കറ്റുകൾക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകുന്നത്. ഇനി മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളുടെ പെർഫോമൻസ് കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ യൂറോപ്പ് വീക്ക് ടു വീക്ക് താഴെയായിരുന്നു. ജാപ്പനീസ് മാർക്കറ്റുകൾ വീക്ക് ടു വീക്ക് താഴെയായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റും വീക്ക് ടു വീക്ക് താഴെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ സിൽവറാണ് കഴിഞ്ഞ ആഴ്ചയിലത്തെ കമോഡിറ്റി താരം എന്ന് വേണമെങ്കിൽ പറയാം. സിൽവർ പുതിയ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $39.22 പെർ ഔൺസ് ആണ് പുതിയ 52 വീക്ക് ഹൈ. ക്ലോസ് ചെയ്തിരിക്കുന്നത് $38.95 പെർ ഔൺസ് ആണ്. അപ്പോൾ സിൽവർ ഒരു ഔട്ട് പെർഫോമൻസ് നടത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു അപ്വേർഡ് ബ്രേക്ക് ഔട്ടും കൂടി നടത്തിയിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ മിക്കവാറും സിൽവർ പ്രൈസ് $40 പെർ ഔൺസ് ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നമ്മൾ ഗോൾഡ് സിൽവർ റേഷ്യോ വെച്ച് വിലയിരുത്തുകയാണെങ്കിൽ സിൽവർ ഒരുപക്ഷെ $45-50 പെർ ഔൺസിലൊക്കെ അടുത്ത 1-2 വർഷത്തിലുള്ള ഉയരാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരത്തിലുള്ള ഇൻഡിക്കേഷൻ നമ്മൾ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ പോഡ്കാസ്റ്റിൽ നൽകിയിരുന്നു. അത് വിൻഡിക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സിൽവറിൽ കണ്ടത്. ഗോൾഡും കഴിഞ്ഞ ആഴ്ച വീക്ക് ടു വീക്ക് ബെറ്റർ ആയിരുന്നു. $3356 പെർ ഔൺസിനാണ് ഗോൾഡ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം മറ്റ് കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കോപ്പർ വീക്ക് ടു വീക്ക് സ്ലൈറ്റ്ലി വീക്കാണ്. അതേസമയം അലുമിനിയം, സിങ്ക്, അയേൺ ഓർ ബ്രെൻഡ് ക്രൂഡ് ഓയിലൊക്കെ ബെറ്റർ ആയിരുന്നു വീക്ക് ടു വീക്ക്. നാച്ചുറൽ ഗ്യാസ് സ്ലൈറ്റ്ലി വീക്ക് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ റുപ്പി സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 85.85 രൂപ പെർ ഡോളറിനാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ ബയേഴ്സ് ആയിരുന്നു. ഡൊമസ്റ്റിക് ഫണ്ടുകളും കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ബയേഴ്സാണ്. അപ്പോൾ ഓവറോൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ ആക്ടിവിറ്റീസ് ഇങ്ങനെയൊക്കെയാണ്. ഇനി നമ്മൾ ഈ ആഴ്ചയിലത്തെ ന്യൂസ് ഫ്ലോസ് ഒക്കെ വിലയിരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് റിലേറ്റഡ് അല്ലെങ്കിൽ എക്കണോമി റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസുകളാണ്. അപ്പം എക്കണോമി റിലേറ്റഡ് ന്യൂസുകൾ, ഫുഡ് സെക്യൂരിറ്റി റിലേറ്റഡ് ന്യൂസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. പക്ഷേ തീർച്ചയായിട്ടും താരിഫ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്, അതുപോലെ തന്നെ Q1 Q1 റിസൾട്ട് ബിലോ എക്സ്പെക്റ്റേഷൻ വരികയാണെങ്കിൽ അതിൻ്റേതായൊരു ഇമ്പാക്റ്റൊക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം ജാനെ സ്ട്രീറ്റ് ഇവൻ്റ്
അനൗൺസ് ചെയ്തതിന് ശേഷം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ വോള്യത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഓവറോൾ മാർക്കറ്റ് ആക്ടിവിറ്റീസിനെ ടെമ്പററി ആയിട്ടെങ്കിലും ഇമ്പാക്റ്റ് ചെയ്യുന്ന ഘടകമാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത്. നിഫ്റ്റിയുടെ ക്ലോസിങ് അതുപോലെ തന്നെ മറ്റ് ഇൻഡിക്കേഷനൊക്കെ നൽകുന്ന ഒരു പക്ഷേ ഈ ആഴ്ചയിൽ നിഫ്റ്റി വീണ്ടും താഴെ പോകുന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. ഒരു പക്ഷേ നിഫ്റ്റി 24,900 24,700 ലെവലിലേക്കൊക്കെ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ താഴെ വരാനുള്ള സാധ്യതകളാണ് ഈ ഇൻഡിക്കേറ്റേഴ്സ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ചയിൽ നമ്മൾ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് എൻ്റർ ചെയ്യണം. മാർക്കറ്റ് ആക്ടിവിറ്റി Q1 റിലേറ്റഡ് ഇമ്പാക്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ താരിഫ് റിലേറ്റഡ് ഹാർഷ് മെഷേഴ്സൊക്കെ ട്രംപ് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. ധാരാളം ഡാറ്റകൾ ഈ ആഴ്ച വരാനുണ്ട്. ഒന്ന് ഇൻഫ്ലേഷൻ ഡാറ്റയാണ്. അമേരിക്കയിലത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ വരാനുണ്ട്, ഇന്ത്യയിലത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ വരാനുണ്ട്, അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിലെ ഇൻഫ്ലേഷൻ ഡാറ്റകൾ വരുന്നുണ്ട്. ഒപ്പം ചൈനീസ് ഇമ്പോർട്ട് എക്സ്പോർട്ട് റിലേറ്റഡ് ഡാറ്റകൾ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഗ്ലോബൽ ഡാറ്റാസും ഈ ആഴ്ചയിൽ ധാരാളം വരുന്നുണ്ട്. അതിനനുസരിച്ച് മൈനർ ഇമ്പാക്റ്റ് ഒക്കെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകളിലും ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കോർപ്പറേറ്റുകൾക്കും അതുപോലെ തന്നെ വലിയ NBFCകൾക്കും ബാങ്കിങ് ലൈസൻസ് നൽകിയേക്കും എന്നുള്ള റിപ്പോർട്ട് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യൽ ഡിസ്കഷനിലാണ് RBIയും ഗവൺമെൻറ്റും എന്ന തരത്തിലുള്ളൊരു റിപ്പോർട്ടാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ചത് വളരെ പോസിറ്റീവാണ്. ഇന്ത്യയിലെ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ വലിയ രീതിയിൽ വീണ്ടും വർദ്ധിപ്പിക്കുന്നതിന് ഇത്തരത്തിലുള്ള ഡിസിഷൻ സഹായിക്കുമെന്നാണ് എനിക്കുള്ളൊരു എക്സ്പെക്റ്റേഷൻ. കാരണം നമ്മുടെ ബാങ്കുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബാങ്കുകളുള്ള രാജ്യം അമേരിക്കയാണ്. ഫെഡറൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇൻഷൂർ ചെയ്തിട്ടുള്ള 4,487 ബാങ്കുകളുണ്ട്. ഇൻഷൂർ ചെയ്യാത്ത 2,575 ബാങ്കുകളുണ്ട് സൂപ്പർവൈസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കുക വളരെ ഹ്യൂജ് ഫിഗറാണ്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 12 PSU ബാങ്കുകൾ, 21 പ്രൈവറ്റ് ബാങ്കുകൾ, ഫോറിൻ ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ 44 എണ്ണം, റീജിയണൽ റൂറൽ ബാങ്കുകൾ 43 എണ്ണം, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ 11 എണ്ണം, പേയ്മെൻറ്റ് ബാങ്കുകൾ 6 എണ്ണം, ലോക്കൽ ഏരിയ ബാങ്കുകൾ 2 എണ്ണം. ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അറൗണ്ട് 139 നമ്പർ വരുന്നുള്ള മെയിൻ സ്ട്രീം ബാങ്കുകൾ. ഇതിന് പുറമെ നമുക്ക് അറൗണ്ട് 1,500 അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്. അറൗണ്ട് 8.5 ലക്ഷം കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ ഉണ്ട്. പക്ഷെ മെയിൻ സ്ട്രീം ബാങ്കുകളുടെ കാര്യം നോക്കുമ്പോൾ വളരെ ലെസ്സാണ് നമ്മൾ മറ്റ് ഡെവലപ്ഡ് കൺട്രികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പ്രത്യേകിച്ച് അമേരിക്ക ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അമേരിക്കയിൽ 33.5 കോടി ജനങ്ങളേ ഉള്ളൂ. അവിടെ ഇത്രയധികം ബാങ്കുകളുണ്ട്. ഇന്ത്യനെ സംബന്ധിച്ച് 145 കോടി ജനങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് അത്തരത്തിലുള്ള ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അണ്ടർ പെർഫോം ചെയ്യുന്ന സ്മോൾ ബാങ്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. വലിയ കോർപ്പറേറ്റുകളോ വലിയ NBFCകളോ ഈ ബാങ്കുകളൊക്കെ ഒരു പക്ഷേ ടേക്ക് ഓവർ ചെയ്തേക്കാം. അപ്പോൾ ഓവറോൾ ന്യൂസ് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസ് രംഗത്തിന് നൽകാൻ പോകുന്ന അത്തരത്തിലുള്ള ഡിസിഷൻ RBI എടുക്കുകയാണെങ്കിൽ. ഇത് ഇനീഷ്യൽ റിപ്പോർട്ട് മാത്രമാണ്. ഒപ്പം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്ന ഡാറ്റ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി വളരെ സെക്യൂർഡ് ആണ്. നമ്മുടെ ഫുഡ് സിറ്റുവേഷൻ ആണ് പറയുന്നത്. 38 മില്യൺ ടണ്ണാണ് നമ്മുടെ റൈസ് സ്റ്റോറേജ് ഉള്ളത്. ഈ സ്റ്റോറേജിൽ നിന്ന് കുറേയൊക്കെ ലിക്വിഡേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കാരണം പുതിയ ഹാർവസ്റ്റ് സീസൺ വരികയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് നല്ല മൺസൂൺ ലഭിച്ചിരുന്നു. ഈ വർഷം നല്ല മൺസൂണാണ്. അപ്പോൾ നല്ല ഹാർവസ്റ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിയുടെ ഒരു ക്വാളിറ്റീനെയാണ്. തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഒപ്പം റൈസ് പ്രൈസ് ഇന്ത്യയിൽ 30% താഴെയാണ് ഗ്ലോബൽ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്നുള്ള റൈസ് എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ചും ഇത് പോസിറ്റീവാണ്. എക്സ്പോർട്ട് കൂടുകയാണെങ്കിൽ പ്രോഫിറ്റും കൂടാനുള്ള സാധ്യതകളാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ജനറലി നമ്മുടെ എക്കണോമി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേബിൾ സിറ്റുവേഷനെ കുറിച്ചുള്ള ഇൻഡിക്കേഷനാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ GST കൗൺസിൽ ഒരുപക്ഷെ 12% സ്ലാബ് എടുത്തു കളഞ്ഞേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒപ്പം AC മാനുഫാക്ചറേഴ്സ് അതുപോലെ തന്നെ മറ്റ് ചില കൺസ്യൂമർ ഡ്യൂറബിൾസ് ഐറ്റത്തിന് മേലുള്ള GST റേറ്റ് സ്ലാഷ് ചെയ്തേക്കുന്നുള്ള റിപ്പോർട്ടുണ്ട്.
പ്യുവർ ടൈം ഇൻഷുറൻസ് പോളിസികളിൽ മേലുള്ള 18% GST റേറ്റ് എലിമിനേറ്റ് ചെയ്തേക്കാന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം ഹെൽത്ത് കെയർ ഇൻഷുറൻസ് പോളിസികളിൽ മേലുള്ള GST റേറ്റ് സ്ലാഷ് ചെയ്തേക്കാം അല്ലെങ്കിൽ എടുത്തു കളഞ്ഞേക്കാം എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഈ റിപ്പോർട്ടുകൾക്കനുസരിച്ചുള്ള ഡിസിഷനാണ് GST കൗൺസിലിലെ അടുത്ത മീറ്റിംഗിൽ എടുക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ സെക്ടറുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ഈ സെക്ടർ സ്റ്റോക്കുകൾ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ ആക്ടിവിറ്റീസിനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ രംഗത്തും എഡ്യൂക്കേഷൻ രംഗത്താണെന്നാണ് പറയുന്നത്. ഈ സെക്ടറുകളിൽ നിന്നുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ് പല കോണുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റൽ സ്റ്റോക്കുകൾ, എഡ്യൂക്കേഷൻ റിലേറ്റഡ് സ്റ്റോക്കുകൾ, ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ ബെറ്റർ ഡേയ്സ് ആണ് ഹെഡ് ഉള്ളതെന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ഇതൊക്കെ നൽകുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ന്യൂസ് ഫ്ലോസ് പൊതുവെ പോസിറ്റീവ് മൊമെൻ്റാണ് നമ്മുടെ മാർക്കറ്റിന് നൽകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ NCC വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓർഡർ ബുക്കുകളുള്ളൊരു കമ്പനിയാണ്. 2269 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിരിക്കുകയാണ്. റെലിഗെയർ എൻ്റർപ്രൈസസ് ഡാബറിൻ്റെ അണ്ടറിലുള്ള NBFC ആണ്. ഡാബർ അക്യൂരിയത് NBFC ആണ്. ഡാബർ ഗ്രൂപ്പ് പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്ന 25.7% അവരുടെ സ്റ്റേക്ക് കൂട്ടുന്നതിനും ഫണ്ട് റേസ് ചെയ്യുന്നതിനും വേണ്ടിയായിട്ട് 1500 കോടി രൂപ വർത്ത് വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 235 രൂപ പെർ ഷെയർ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ കൺവേർഷന് ശേഷം ഡാബറിൻ്റെ സ്റ്റേക്ക്, ഡാബർ പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് 29.6% ഉയരുകയാണ്. നല്ല സ്ട്രോങ് കോർപ്പറേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു NBFC ആണ് റെലിഗെയർ. അടുത്ത വർഷങ്ങളിൽ നല്ല രീതിയിൽ ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു NBFC കമ്പനിയാണ്. ഡിമാർട്ടിൻ്റെ Q1 റിസൾട്ട് വന്നിരുന്നു. വെള്ളിയാഴ്ച ട്രേഡിങ്ങിന് ശേഷമാണ് വന്നത്. സെയിൽസ് ഔട്ട് പെർഫോമൻസ് ആണ്, പക്ഷേ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിയാക്ഷൻ നാളെ നമുക്ക് സ്റ്റോക്ക് പ്രൈസിൽ നാളെ കാണാനായിട്ട് സാധിക്കും. സീമെൻസ് വീണ്ടും ഒരു റെയിൽവേ ഓർഡർ ബാഗ് ചെയ്തിരിക്കുകയാണ്. 773 കോടി രൂപ ഓർഡറാണ് ബാഗ് ചെയ്തിരിക്കുന്നത്. വലിയ റെയിൽവേ ഓർഡേഴ്സ് കയ്യിലുള്ളൊരു കമ്പനിയും കൂടിയാണ് സീമെൻസ്. അതോടൊപ്പം തന്നെ ഇന്ത്യ-US താരിഫ് ടോക്ക് നടക്കുകയാണ്. ഈ ഇന്ത്യ-US താരിഫ് ടോക്കിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന രീതിയിൽ താരിഫ് കുറവാണെങ്കിൽ, നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കാളും താരിഫ് കുറവാണെങ്കിൽ അമേരിക്കയിലേക്കൊക്കെ എക്സ്പോർട്ടിംഗ് ബിസിനസ്സിലുള്ള കീറ്റെക്സ് പോലുള്ള ഓഹരികളെ സംബന്ധിച്ചൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷമാണ് ഇതൊക്കെ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുള്ളൂ. റിലയൻസ് ഇൻഫ്ര നമ്മൾ മുമ്പ് പല പോഡ്കാസ്റ്റുകളിലും സജസ്റ്റ് ചെയ്തിരുന്നൊരു സ്റ്റോക്കായിരുന്നു റിലയൻസ് ഇൻഫ്ര. ഇന്ത്യയിൽ ആദ്യമായിട്ട് കമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ പോകുന്ന റിലയൻസ് ഇൻഫ്രയുടെ അണ്ടറിലുള്ള റിലയൻസ് ഡിഫൻസ് ആണ്. ഫ്രാൻസ് ദാസോ ഏവിയേഷൻസ് ആയിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചറാണ് ഫാൽക്കൺ 2000 എന്ന് പറയുന്ന കമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നത്. 2028 ഫസ്റ്റ് കമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് ഇവർ പുറത്തിറക്കാൻ പോകുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. റിലയൻസ് ഇൻഫ്രയെ സംബന്ധിച്ചും റിലയൻസ് പവറിനെ സംബന്ധിച്ചും ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കോം റിലേറ്റഡ് ആയിട്ടുള്ളൊരു നെഗറ്റീവ് ന്യൂസ് വന്നിരുന്നു മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ച. ബാങ്കുകൾ ആർക്കോം പ്രൊമോട്ടേഴ്സിനെ ആർക്കോമിനൊക്കെ ഒരു ഫ്രോഡ് കമ്പനി ആയിട്ട് മാറ്റണം അല്ലെങ്കിൽ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് റിപ്പോർട്ടൊക്കെ നടത്തിയിരുന്നു. പക്ഷേ പല ബാങ്കുകളും ആ സ്റ്റാറ്റസിൽ നിന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ റിലയൻസ് ഇൻഫ്രയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മറിച്ച് ഇത്തരത്തിൽ ഡിഫൻസ് എയറോസ്പേസ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് റിലയൻസ് ഇൻഫ്രയ്ക്ക് ലോങ് റണ്ണിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ച മറ്റൊരു ന്യൂസ് കണ്ടിരുന്നു. വൈസ്രോയ് റിസർച്ചിൻ്റെ വേദാന്ത റിപ്പോർട്ട്. വൈസ്രോയ് റിസർച്ച് 29 കമ്പനികൾക്ക് എഗൻസ്റ്റ് ആയിട്ട് മുമ്പ് ഇത്തരത്തിൽ റിപ്പോർട്ടുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. വേദാന്തയുടെ മാനേജ്മെൻറ്റ് AGMൽ ഇതൊക്കെ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്, തള്ളിക്കളഞ്ഞിരിക്കുകയാണ്.
അതോടൊപ്പം തന്നെ ഓൾറെഡി വൈസ്രോയ് റിസർച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാർക്കറ്റിൽ അറിവുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇത്ര ഡെറ്റ് ഉണ്ട്, ഇത്ര ഗ്രോസ് ഡെറ്റ് ഉണ്ട്, ഇത്ര നെറ്റ് ഡെറ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും മാർക്കറ്റിൽ അറിവുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വേദാന്തയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 11.15% ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസ് കമ്പനികൾ 7.6% ഹോൾഡ് ചെയ്യുന്നുണ്ട്, LIC 6.9% ഹോൾഡ് ചെയ്യുന്നുണ്ട്, റീറ്റെയിലേഴ്സ് 11.25% ഹോൾഡ് ചെയ്യുന്നുണ്ട്, മ്യൂച്വൽ ഫണ്ടുകൾ 8.03% ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹോൾഡിങ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളൊരു കമ്പനിയാണ് വേദാന്ത. ഡിമർജർ വരികയാണ്. ഡിമർജർ ഓഗസ്റ്റ് 20 മാറ്റി വെച്ചിരിക്കുകയാണ് NCLT-യിൽ. തീർച്ചയായിട്ടും നമ്മൾ വേദാന്തയുടെ ഒരു പെർഫോമൻസ് കഴിഞ്ഞ 5 വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും നല്ല റിട്ടേൺ നൽകിയിട്ടുള്ളൊരു കമ്പനികളിൽ ഒന്നാണ് വേദാന്ത. 2020 മുതൽ ഇതുവരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഷെയറും മേൽ 239.9 രൂപ, അതായത് 239 രൂപ 90 പൈസ വെച്ച് ഒരു ഷെയറിന്മേൽ ഡിവിഡൻഡ് കൊടുത്തിട്ടുള്ളൊരു കമ്പനിയാണ്. ഈ വർഷത്തെ ഈ ധനകാര്യ വർഷത്തെ ആദ്യത്തെ ഇൻ്ററിം ഡിവിഡൻഡ് 7 രൂപ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം 43 രൂപ 50 പൈസ ടോട്ടൽ ഡിവിഡൻഡ് നൽകിയിട്ടുണ്ട്. 23-24 50 രൂപ ടോട്ടൽ ഡിവിഡൻഡ് നൽകിയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ വൈസ്രോയ് റിസർച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി മാർക്കറ്റിലുള്ള കാര്യങ്ങളാണ്. അതിനനുസരിച്ച് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഡിസിഷൻ എടുത്ത് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. JP മോർഗനും വൈസ്രോയ് റിസർച്ചിനെ കുറിച്ച് ഇത്തരത്തിലുള്ളൊരു കമൻറ്റ് തന്നെയാണ് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആ കമ്പനിയുടെ അല്ലെങ്കിൽ അവർ ആരോപണം ഉന്നയിക്കുന്ന കമ്പനിയുടെ ബോണ്ടുകൾ ഷോർട്ട് സെല്ലിംഗ് നടത്തിയിട്ടാണ് വീണ്ടും ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. അപ്പോൾ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. അതേസമയം അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഡിനൈ ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസുകൾ വരുമ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഒന്ന് പേടിക്കും, അയ്യോ വേദാന്ത താഴെ പോവുക. അപ്പോൾ ഇത്തരത്തിൽ ന്യൂസ് ഫ്ലോസ് താങ്ങാൻ കഴിയാത്ത ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. കാരണം വൊളാറ്റിലിറ്റി വരുമ്പോൾ അല്ലെങ്കിൽ ലോവർ ലെവലിലൊക്കെ ഈ റീറ്റെയിലേഴ്സ് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ എക്സിറ്റ് നടത്തിയേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് താങ്ങാൻ കഴിയുന്നെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ നിന്ന് മാറി നിൽക്കുക. റിസ്ക് എടുത്താൽ മാത്രമാണ് ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടുതൽ റിട്ടേൺ കിട്ടുള്ളൂ, അതും ലോങ് ടൈമിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 5 വർഷമായിട്ട് കാണുന്നതാണ് വേദാന്തയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ, അതിനനുസരിച്ച് വേദാന്തയുടെ സ്റ്റോക്ക് പ്രൈസിലുള്ള വൊളാറ്റിലിറ്റി. പക്ഷേ ഓവറോൾ ഇൻവെസ്റ്റേഴ്സിന് ഹ്യൂജ് റിട്ടേൺ കഴിഞ്ഞ 5 വർഷമായിട്ട് നൽകിയിട്ടുള്ളൊരു കമ്പനിയാണ് വേദാന്ത. ഇത്തരത്തിൽ റിസൾട്ടുകളൊക്കെ വരാം, ഇനിയും വന്നേക്കാം. അപ്പോൾ അത്തരത്തിൽ റിപ്പോർട്ടുകൾ എക്സ്പെക്റ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് താങ്ങാൻ കഴിയാത്ത ഇൻവെസ്റ്റേഴ്സ് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഈ ആഴ്ചയിൽ. ഒപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ആഴ്ച ധാരാളം Q1 റിസൾട്ടുകൾ പുറത്ത് വരികയാണ്. ആ റിസൾട്ടുകൾക്ക് അനുസരിച്ചുള്ള റിയാക്ഷനൊക്കെ മാർക്കറ്റിൽ കാണാം. ആദ്യം പുറത്തു വന്നിട്ടുള്ള 3 പ്രമുഖ കമ്പനികളുടെ റിസൾട്ട് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതിനനുസരിച്ചുള്ള റിയാക്ഷൻ നമ്മൾ ആ സ്റ്റോക്കുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി നാളെ മുതൽ വരാൻ പോകുന്ന റിസൾട്ടുകൾ ബിലോ എക്സ്പെക്റ്റേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവ് റിയാക്ഷന് കാരണമാക്കിയേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 2 IPOs ഉണ്ട്. ഇൻവെസ്റ്റേഴ്സിന് റിസ്ക് എടുത്ത് SME സെഗ്മെൻറ്റിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്നൊരു IPO ആണ് സ്പൺ വെബ് നോൺ വോവൻ ലിമിറ്റഡ് എന്ന് പറയുന്ന NSE SME സെഗ്മെൻറ്റിലുള്ള ഒരു IPO. ഇവർ പോളിപ്രോപ്പിലീൻ സ്പൺ ബോണ്ടഡ് നോൺ വോവൻ ഫാബ്രിക്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് മേജറായിട്ട് യൂസ് ചെയ്യുന്ന ഹൈജീൻ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, പാക്കേജിങ്, അഗ്രികൾച്ചർ, ഫുഡ്, അതുപോലെ തന്നെ നമ്മളെ ഈ പാൻറ്റീസ്, ഇതൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയലുകളാണ്. വളരെ സ്പെഷ്യൽ മെറ്റീരിയലാണ്. ഈ സെക്ടറിൽ നിന്നുള്ള ആദ്യത്തെ IPO ആണ്. SME സെഗ്മെൻറ്റിലാണ്. മാർക്കറ്റിലോട്ട് 2400 SME സെഗ്മെൻറ്റിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പം മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് 2 ലക്ഷമാണ്. അതായത് 2 ലക്ഷം രൂപയ്ക്ക് വർത്ത് സ്റ്റോക്കുകൾ നമ്മൾ അപ്ലൈ ചെയ്യണം. ഈ IPOയുടെ അപ്പർ പ്രൈസ് ബാൻഡ് 96 ആണ്. മാർക്കറ്റിലോട്ട് 2400.
ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു IPO ആണ് സ്പാൻ വെബ് നോൺ വോമൻ ലിമിറ്റഡ്. അപ്പോൾ റിസ്ക് എടുത്ത് SMEയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO ആണ്. മറ്റൊരു IPO മെയിൻ ബോർഡ് IPO ആണ് ആന്തം ബയോസയൻസ് ലിമിറ്റഡ് ആണ്. നമ്മൾ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിലൊക്കെ ഫുള്ളി പ്രൈസ്ഡ് ആണ്. എന്നിരുന്നാലും ലോങ് ടൈം വ്യൂ നോക്കുകയാണെങ്കിൽ ലോങ് ടൈമിൽ നല്ല ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ് ആന്തം ബയോസയൻസ്. അതിൻ്റെ അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത് 570 രൂപ പെർ ഷെയർ ആണ്. 2 രൂപയാണ് ഫേസ് വാല്യൂ. രണ്ട് IPOയും ഓപ്പൺ ചെയ്യുന്നത് 14-ാം തീയതിയാണ്, ക്ലോസ് ചെയ്യുന്നത് 16-ാം തീയതിയാണ്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന റിസ്ക് എടുത്ത് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന 2 IPOs ആണ് ഈ ആഴ്ചയിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. തീർച്ചയായിട്ടും Q1 റിസൾട്ടുകൾ ക്ലോസ്ലി വാച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ താരിഫ് അനൗൺസ്മെൻറ്റുകൾ ക്ലോസ്ലി വാച്ച് ചെയ്യുക. ഒപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് ഈ ആഴ്ചയിൽ. നമ്മൾ മുമ്പ് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന പോലെ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ നിഫ്റ്റി സെൻസസ് ഒന്നും പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്യാൻ സാധ്യതയില്ല. മറിച്ച് ദീപാവലിക്ക് മുമ്പ് ഒരു പക്ഷേ പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തേക്കാം. ജാനേ സ്ട്രീറ്റ് എപ്പിസോഡിന് ശേഷം മാർക്കറ്റിന് അപ്പേർഡ് മൊമെൻറ്റത്തിന് കോട്ടം തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നല്ല Q1 റിസൾട്ടുകൾ കാഴ്ചവെക്കുന്ന സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ നല്ല പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകൾ Q1 റിസൾട്ട് വന്നതിന് ശേഷം റിസൾട്ട് അസസ് ചെയ്തതിന് ശേഷം ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല എന്ന് ഡിസിഷൻ എടുത്തതിന് ശേഷം മാത്രം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.